ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുലൂസ് എമി ഡയറീസ്. ആദ്യം തന്നെ എല്ലാവർക്കും വിഷുദിന ആശംസകൾ നേരുന്നു. ഇന്ന് വിഷുവായിട്ട് നമുക്ക് ഒരു അരിപ്പായസം ഉണ്ടാക്കാം. നമ്മൾ റേഷനരി വെച്ചിട്ടാണ് ഇന്ന് അരിപ്പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നാട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ നമ്മുടെ റേഷനരിയൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ വിഷുവാണ്, അപ്പോൾ നമുക്ക് റേഷനരി വെച്ചിട്ട് നല്ല അടിപൊളി ഒരു അരിപ്പായസം ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് പുഴുക്കലരി, റേഷനരിയുടെ വെള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം നമുക്ക് 1/4 കപ്പ് ചെറുപയറും കൂടി ചേർക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കറിലിട്ട് ഒരു 2 വിസിലടുപ്പിക്കാം. ഇതിനായിട്ട് ഞാൻ ഈ കുക്കറിൽ ഒരു 1/4 ഭാഗം വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ അരിയും പയറും കൂടി ഇട്ടിട്ട് 2 വിസിലടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വിസിലടിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കുഴഞ്ഞിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ കുഴഞ്ഞിട്ട് എടുത്താൽ മതി. ഈ ഒരു വേവിൽ ഞാനിനി നമ്മുടെ ഉരുളിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ പോകാം. അപ്പോൾ നമ്മുടെ 2ാം പാലോട് ഇട്ടൊന്ന് തിളപ്പിക്കാമെന്നുണ്ടെങ്കിൽ ആ ഒരു അരിക്കൊക്കെ നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടും. വെള്ളത്തിൽ തന്നെ കിടന്ന് വെന്താൽ അത്ര ഒരു ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ ഞാൻ ഇനി ഇത് നമ്മുടെ ഉരുളിയിലോട്ട് മാറ്റുകയാണ്. ഇനി നമ്മുടെ പായസം റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ കുറച്ച് ശർക്കര പാനി കാച്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ മധുരം അനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു അരമുറി തേങ്ങയുടെ പാല്, 1ാം പാലും 2ാം പാലും എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി വറുത്തെടുത്തതും, 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും, ഒരു നുള്ള് ജീരകവും, 2 ഏലക്കായും എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മിൽമയുടെ നെയ്യുണ്ട്. ഇനി നമ്മുടെ അരിയും പയറും തിളയ്ക്കുന്നതിനകത്തോട്ട് തേങ്ങയുടെ 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അരമുറി തേങ്ങയുടെ പാലേ എടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു അരിയും പയറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴയുന്ന സമയത്ത് നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ അരിയിലേക്ക് നന്നായിട്ട് നമ്മുടെ ആ 2ാം പാല് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളുടെ ശർക്കര പാനി കാച്ചിയത് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ശർക്കരയിൽ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അരിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് മധുരം നോക്കിയിട്ട് അതനുസരിച്ച് നമ്മളുടെ പായസത്തിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. അരിയും പയറൊക്കെ നന്നായിട്ട് വെന്തിട്ട് ശർക്കര ഒഴിക്കാവുള്ളൂ. ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അരിയൊന്നും അധികം വേവില്ല. ഇപ്പോൾ ശർക്കരയുമായിട്ട് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമ്മളുടെ 1ാം പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ പായസം തിളക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരുമാതിരി പിരിഞ്ഞതുപോലെ ആവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള പാലാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡൊക്കെ നമ്മളുടെ പായസത്തിൽ നല്ല ടേസ്റ്റ് തരുന്ന ഐറ്റമാണ്. ഇത് ഓപ്ഷനിലാണ്. ഇനി നമ്മളുടെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരിയും നമ്മളുടെ പൊടികളും ഒക്കെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ചേർക്കുന്ന ചുക്കുപൊടി ആയാലും ജീരകപ്പൊടിയും ഏലക്കായും ഒക്കെ നമ്മുടെ പായസത്തിന് നല്ലൊരു ഫ്ലേവർ തരും. അതുപോലെ തന്നെ നമ്മുടെ കല്യാണ സദ്യക്ക് കിട്ടുന്ന പായസത്തിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മുടെ ഈ പൊടികളൊക്കെ ചേർക്കുമ്പം നമ്മുടെ പായസത്തിന് കിട്ടും. അപ്പോൾ ഈ പൊടികൾ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ചേർക്കാൻ മറക്കരുത്. പ്രത്യേകിച്ചും നമ്മുടെ ശർക്കര പായസത്തിലാണ് ഈ ഒരു പൊടികൾ ചേർക്കേണ്ടത്. നല്ലൊരു മണമാണ് ഇത് ചേർത്ത് കഴിഞ്ഞാൽ. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിടണം, ഇല്ലെങ്കിൽ തിളച്ച് പോവും. ഫൈനലായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് നമ്മളുടെ പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നല്ല മണമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഈ പായസം കഴിച്ചാൽ റേഷനരി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയത്തതേ ഇല്ല. ആ റേഷനരിയുടെ ഒരു ഒട്ടലോ ഒന്നുമില്ല. പായസം ഉണ്ടാക്കാൻ നല്ല ബെസ്റ്റ് റൈസാണ് ഈ ഒരു റേഷനരി. അപ്പോൾ വിഷുവാണ്, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലിപ്പോൾ ഈ റേഷനരി അവൈലബിൾ ആയിരിക്കും, അത് മിസ് ചെയ്യരുത്. അപ്പോൾ വിഷുവിന് തന്നെ നിങ്ങൾ ഈ ഒരു പായസം ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂസൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.